ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള വെനസ്ഡേയിലേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്തായിരുന്നു. ആ അനാലിസിസ് വീഡിയോയ്ക്ക് നമ്മൾ കുറച്ച് ലെവൽസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. ആ ലെവൽസ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് എനിക്ക് വന്നിട്ടുള്ള എൻട്രി അതിൻ്റെ ലോജിക്ക് എന്താണെന്നും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. മോസ്റ്റ്ലി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് ഒരു 9 to 15 മിനിറ്റ്സ് ആയിരിക്കും മോസ്റ്റ്ലി എല്ലാ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയും വരുന്നത്. അപ്പോൾ ഞാനിപ്പം കുറച്ച് മുന്നേ വീഡിയോ ഒന്ന് ജസ്റ്റ് ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയായിരുന്നു, വൈ ലോങ് വീഡിയോസ് ആക്കുന്നു, എന്തുകൊണ്ട് ഷോർട്ട് വീഡിയോസ് ആക്കുന്നില്ല, എവ്രി വൺസ് ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു കോട്ടോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു കമൻ്റ് ഇട്ടത്. അപ്പോൾ അതിനോട് എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസിൻ്റെ ഓരോ സെക്കൻഡും വെർത്തിട്ടാണ്. കാരണം ഞാൻ ആ വീഡിയോസിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ വളരെയധികം ടൈം കണ്ടെത്തിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 15 മിനിറ്റ്സിൽ പറഞ്ഞു തരുന്ന കാര്യം എനിക്ക് തന്നെത്താനെ പഠിച്ച് മനസ്സിലാക്കാനും എനിക്ക് അതിൽ ഓൾമോസ്റ്റ് വീക്സ് എടുത്ത സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ 15 മിനിറ്റിൽ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഈ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലും ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ 1 അവറും 1.5 അവേഴ്സും കഴിഞ്ഞ് മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ടൈം ഫ്രെയിംസ് ഓരോന്നും മാറ്റം വരുത്തി ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ച് തരുന്ന ലെവൽസാണ്. അപ്പോൾ ആ ലെവൽസ് പറയുന്ന സമയത്ത് ഒരു 15 മിനിറ്റ്സ് പോലും മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങൾ എങ്ങനെ മാർക്കറ്റിൽ ഒരു സസ്റ്റെയിൻ ആയിട്ട് നിങ്ങൾ നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാമിലോട്ട് പോകാം. എനിക്ക് നോർമലി ഒരു ഇൻസ്റ്റഗ്രാം പേജ് പോലും ഇല്ല. ഇൻസ്റ്റഗ്രാം പേജിൽ റീൽസിൽ ലെവൽസ് കണ്ടിട്ട് മാർക്കറ്റിൽ എൻ്റർ ആവുന്ന ആൾക്കാരെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന വേറെ ചില ആൾക്കാർ ഓരോ 5 പോയിൻറ്റ്സിലും ഓരോരോ ലെവൽസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓരോ ലെവൽ കഴിയുമ്പോൾ ഈ ലെവൽ കഴിഞ്ഞാൽ ആ ലെവലിലോട്ട് എത്തും, ആ ലെവൽ കഴിഞ്ഞാൽ ആ ലെവലിലോട്ട് എത്തും. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലാണ് അവർ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അൾട്ടിമേറ്റ്ലി എൻ്റെ എയിം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതല്ല. എനിക്ക് ഫർദർ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വേണ്ടിയിട്ട് എനിക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. അതിൻ്റെ ഒരേ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഇടുന്നത്. എനിക്ക് ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോ ഇടാൻ പോലും ടൈമുകൾ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വെർത്തായിട്ട് തോന്നുന്നില്ലെങ്കിൽ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ ബാക്ക് അടിച്ചിട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പോവാം. ആരെയും ഞാൻ കമ്പല് ചെയ്യുന്നില്ല. ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഏതെങ്കിലും വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ വെരി റെയർലി ആണ് ഞാൻ പറയുന്നത് എന്താണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഞാൻ മറന്നു പോകുന്ന സമയത്ത് ഞാൻ അൺകട്ടായിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന ടൈമിൽ വേറെ യൂട്യൂബേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മിനിറ്റിൽ അവർ കട്ട് ചെയ്തതിന് ശേഷം എന്താണ് പറയേണ്ടത്, എന്താണ് പ്ലാൻസ് എടുത്ത് വെച്ചേക്കുന്നത് ഇല്ല. ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നതും പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കണോ എന്നുള്ള കാര്യം ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അത് ഡയറക്റ്റ് റോ കണ്ടൻ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത് ഇതിനോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത്രയും ലോങ് വീഡിയോസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വേറെ ആൾക്കാർ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഒരു 30 സെക്കൻഡിന് മുന്നിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെ മനസ്സിലാക്കാം, 1 മിനിറ്റിൽ താഴെ എങ്ങനെ മാർക്കറ്റിനെ മനസ്സിലാക്കാം. അപ്പം അങ്ങനല്ല മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവായത് കൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ടൈം കണ്ടെത്തണം. ഞാൻ ഒരിക്കലും പറയുന്നില്ല എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞ്, എൻ്റെ വീഡിയോസ് ഒരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത്, അല്ലേ? ബിഗിനേഴ്സ് അപ്പോൾ എന്ത് ചെയ്യണം? ബിഗിനേഴ്സ് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യം പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ കുറച്ച് ഇതായിപ്പോയി, കാരണം ഇങ്ങനൊരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വയലൻ്റ് ആയതല്ല. കമൻറ്റ് ഇടുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ വീഡിയോ ഷോർട്ടാക്കണം, എന്തിനിത്ര ലാഗ് ആക്കുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പറയുന്നതാണ്, ഞാൻ വീഡിയോ കട്ട് ചെയ്യാതാണ് ഇടുന്നത്. അതിൻ്റെ ഒരു റീസൺ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ 2x സ്പീഡിലിടുകയോ 1.5x സ്പീഡിലിടുകയോ
അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് ഇന്നലത്തെ ലെവൽസ് ഞാൻ കുറച്ച് ലെവൽസ് പറഞ്ഞായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്ന ലെവൽസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ പോയി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞ 1-2 ലെവൽസ് ആയിരുന്നു. ഈ ഒരു ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെന്ന് പറയാൻ പറ്റും. ഈ ഒരു ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെന്നും പറയാൻ പറ്റും. അപ്പോൾ ഞാനപ്പോൾ നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു, ഈ 2 ലെവൽസിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദർ അപ്വേർഡിലോട്ടുള്ള ലെവൽസിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉള്ളൂ, അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് 3 മിനിറ്റ്സിലോട്ടാക്കാം. ഞാൻ 3 മിനിറ്റ്സിലാണ് മോസ്റ്റ്ലി എല്ലാ എൻട്രികളും പ്ലേസ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ഒരു ലെവലൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ലെവലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയത് എങ്ങനെയാണ്? മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു, തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം ഫെർദർ ഇനി അപ്വേർഡിലോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ എനിക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ അപ്സൈഡിലോട്ട് ഒരു എൻട്രി എടുത്തു. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ലെവലാണ് ഇവിടെ. മാർക്കറ്റ് എക്സാക്ട്ലി ആ ലെവലിൽ വന്നതിന് ശേഷം ഈ ഒരു നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിന് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാർക്കറ്റിലെ പാറ്റേൺസും കാര്യങ്ങളും ഓരോ രീതിയിലാണ്. നമ്മളിപ്പം ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്ന ആൾക്കാർ പറയത്തില്ല. അപ്പോൾ ആ ഒരു പാറ്റേൺ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സാക്റ്റ് ആ ഒരു രീതിയിലുള്ള കപ്പ് ആൻഡ് ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണോ മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് തരുന്നത്? ഇല്ല. കാരണം എന്താണ്, ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ബാക്കിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രിയോ ഇല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ്, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ആയെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഷാർപ്പായി ഡൗൺ സൈഡിലോട്ട് വന്നതിന് ശേഷം ഈ ഡൗൺ സൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ മാർക്കറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് വന്നു. അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റിന് ഡൗൺ സൈഡിലോട്ട്, നേരത്തെ ഡൗൺ സൈഡിലോട്ട് വന്ന ഏരിയ രണ്ടാമത് ഇപ്പം നിന്നിട്ട് ഡൗൺ സൈഡിലോട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയ. കാരണം എന്താണ്, കപ്പ് ആൻഡ് ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നേരത്തെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്തുമ്പോൾ വേണമെങ്കിൽ ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ ഫെയിൽ ചെയ്ത് മാർക്കറ്റിന് നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ കാണിക്കാം. പക്ഷേ അവിടെ സെല്ലിംഗ് പ്രഷർ കാണിക്കാതെ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം പിന്നെയും അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നേരാൻ നേരം നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവായി, ഇവിടെ അത്രയും സെല്ലേഴ്സ് ആക്റ്റീവ് ആയില്ല. അതിന് പകരമായിട്ട് തിരിച്ചൊരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബയ്യേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷം അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നു, അല്ലേ? അപ്പോൾ ആ ഒരു റീസൺ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ മാർക്കറ്റിന് ഈ ഒരു ലെവലിനെ ടേക്ക് ചെയ്ത് ഫെർദർ അപ്സൈഡിലോട്ട് പോകാനുള്ള ഒരു റീസൺ ഉണ്ട്. അപ്പോൾ ഇതാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൻ്റെ പിന്നിലെ റീസൺ. അതാരും മനസ്സിലാക്കുന്നില്ല. നമ്മളെന്താണ് ഇൻസ്റ്റഗ്രാമിലും ഓരോ ഷോർട്ട് വീഡിയോസിലും കാണുന്ന ഷോർട്സിലും ഒക്കെ കാണുന്ന വീഡിയോസ് വെച്ചിട്ട് ഇങ്ങനെ കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ആകുമ്പോൾ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി. എന്താണ് റീസൺ? ആർക്ക് പറഞ്ഞുകൂടാ. ട്രെൻഡ് ലൈൻസിൽ എന്തുകൊണ്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നു? ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എന്തുകൊണ്ട് ഫെർദർ അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു? ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് അതെന്തുകൊണ്ട് ഫെയിൽ ആവുന്നു? അതിൻ്റെ പിന്നിലെ റീസൺസ് ആരും നോക്കാത്തത് കൊണ്ടാണ്. അത് ഞാൻ പറയുന്നു, ഈ 15 മിനിറ്റ് വീഡിയോയിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതിന് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്ന ആൾക്കാർ കാണും, അല്ലേ? അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ ടൈം കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ 15 മിനിറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ പിന്നിലെ ഒരു സീക്രട്ട് എന്നല്ല പറയുന്നത്, കപ്പ് ആൻഡ് ഹാൻഡ് പിന്നിലെ ലോജിക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നു, പക്ഷേ ഇവിടെ നിന്ന് ഷാർപ്പായിട്ട് സെല്ലേഴ്സ് ആക്റ്റീവായി, അല്ലേ? സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് എന്ത് പറ്റി? സെല്ലേഴ്സ് എക്സാക്ട്ലി നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ലെവലിൻ്റെ അടുത്ത് വന്നതിന് ശേഷം എക്സാക്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ചില്ലെങ്കിലും ഒരു ഫെർദർ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കണ്ടു, അല്ലേ? എത്ര ക്യാൻഡിൽസ് സസ്റ്റെയിൻ ചെയ്തു? ഓൾമോസ്റ്റ് ഒരു 3-4 ക്യാൻഡിൽസ് സസ്റ്റെയിൻ ചെയ്തപ്പോൾ തന്നെ, അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് എയിം ചെയ്തത് എന്താണ്? നെക്സ്റ്റ് ഈ ഒരു ലെവലിൽ ഇനി മാർക്കറ്റ് എങ്ങനെ റെസ്പെക്ട് ചെയ്യും? കാരണം എന്താണ്, ഈ ഒരു ലെവലിലായിരുന്നു നേരത്തെ കൂടുതൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു? മാർക്കറ്റ് തിരിച്ച് ഒരു ഏരിയയിൽ വന്നു,
ഷാർപ്പായിട്ട് അതിനെ ബ്രേക്ക് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോയി. പക്ഷേ ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു. ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചുകൊണ്ട് ഫെർദർ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായി മാർക്കറ്റ് ഇനി ഫെർദർ അപ്സൈഡിലോട്ടേ മൂവ്മെൻറ്റ് തരത്തുള്ളൂ അല്ലേ. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തപ്പോഴേ ഞാൻ അപ്സൈഡിലോട്ട് ഒരു എൻട്രി എടുത്തു. ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ എൻട്രി എടുത്തു. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ ഷാർപ്പായിട്ട് സെല്ലിംഗ് പ്രഷർ കാണിച്ച് ഈ ഒരു ഏരിയ ടാർഗറ്റ് ആയിട്ട് വെച്ചു. ആ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിനാണ് ഞാൻ പറയുന്നത് ട്രയലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ അപ്സൈഡിലോട്ട് നമ്മൾ ട്രയൽ ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്യാൻ പറ്റി. തിരിച്ച് ഡൗൺ സൈഡിലോട്ട് വന്നിട്ട് പിന്നെയും മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഈ ഒരു ലെവലിൽ ടേക്ക് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇനി ഈ ഒരു ലെവലിനെ മാർക്കറ്റ് എന്തായാലും പ്രൊട്ടക്ട് ചെയ്യും. കാരണം എന്താണ്, ഷാർപ്പായിട്ട് സെല്ലേഴ്സിനെ ഫുള്ള് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പം മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് മൂവ്മെൻ്റ് ആയി. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നു. ഈ ഒരു ഏരിയ വരെ ഞാൻ ക്യാച്ച് ചെയ്തില്ല. ഞാൻ തിരിച്ച് മാർക്കറ്റ് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റായി. ഞാനപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് ഇട്ടു, ഞാൻ അപ്സൈഡിലോട്ടുള്ള എൻട്രി ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റായി. അപ്പോൾ ഇതായിരുന്നു ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെ ലോജിക്ക്. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന ലെവൽസ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി മനസ്സിലാവുന്നതാണ്. ഒരു സ്വിങ് ഹൈ സ്വിങ് ലോസ് തന്നെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് മാർക്ക് ചെയ്തേക്കുന്ന ലെവൽ. ഫസ്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് 23,763 എന്ന് പറഞ്ഞ ലെവലും, അതേപോലെ ഡൗൺ സൈഡിലോട്ടാണ് എൻട്രി എങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ലെവൽ 23,629 എന്ന് പറഞ്ഞ ലെവലുമാണ്. അപ്പോൾ ഒന്നുകിൽ മാർക്കറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഈ ഒരു ഏരിയയിലോട്ട് ടാർഗറ്റ് ചെയ്യും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലോട്ട് വളരെ ഈസി ആയിട്ട് എത്തുകയും ഈ രണ്ട് ഏരിയാസിനുള്ളിൽ മാർക്കറ്റിന് വേണമെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കാനുള്ള കൂടുതൽ റീസൺ ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു രണ്ട് ഏരിയ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 23,921 എന്ന് പറഞ്ഞ ലെവലും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന 23,801 എന്ന് പറഞ്ഞ ലെവലും, 801 എന്ന് കൂട്ടേണ്ട ഈ ഒരു ലെവൽ 23,802 ആ ലെവലിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുക. ലോങ് എൻട്രീസ് ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് അപ്സൈഡിലോട്ട് എൻട്രി എടുക്കുക. ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ഇവിടുന്ന് കാണിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഏരിയയുടെ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫെർദർ മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് പോകാനുള്ള പോസിബിൾ റീസൺ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല സെല്ലിംഗ് പ്രഷർ കാണിച്ച് ഈ ഒരു ഏരിയയൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡിലോട്ട് ഈ ഒരു ഏരിയയും അതേപോലെ ഈ ഒരു ഏരിയയും എയിം ചെയ്യാനുള്ള മോർ ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്.